സെന്റ് ജേമസ് സ്കൂളിനെതിരെ ഇളകിയാർക്കുന്ന താത്തമാർ നടത്തുന്ന പ്രതിഷേധങ്ങളുടെ പിന്നാമ്പുറം. മലപ്പുറത്ത് വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച അധ്യാപകനെതിരെയുള്ള കേസിൽ ക്രൈസ്തവ സ്ഥാപനത്തിനെതിരെ ഒരു വിഭാഗം മുസ്ലിം സംഘടനകൾ നടത്തുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ഗൂഢോദ്ദേശ്യമുണ്ടെന്ന ആരോപണം ഉയരുന്നു. ഇസ്ലാമിക മതസ്ഥാപനത്തിൽ 24-ലേറെ കുട്ടികളെ പീഡിപ്പിച്ചതായി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിട്ടും മൗനം പാലിക്കുന്ന ഇസ്ലാമിക സംഘടനകൾ ക്രൈസ്തവ സ്ഥാപനത്തിനെതിരെ മാത്രം രംഗത്ത് വരുന്ന ഇരട്ടത്താപ്പാണ് സംശയത്തിന് ഇടയാക്കുന്നത്. പരാതിക്കാർക്ക് നിയമപരമായ എല്ലാ പിന്തുണയും നൽകുമെന്ന് അറിയിച്ച സ്കൂൾ മാനേജ്മെന്റ് കേസ് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിച്ചു വരികയായിരുന്നു. ഇതിനിടെയാണ് SDPI, വുമൺ ഇന്ത്യ മൂവ്മെന്റ് തുടങ്ങിയ സംഘടനാ നേതാക്കളുടെ നേതൃത്വത്തിലുള്ള അതിരുവിട്ട പ്രതിഷേധങ്ങൾ സ്കൂളിനെതിരെ നടന്നത്. അധ്യാപകനെ അറസ്റ്റ് ചെയ്യുകയും കേസ് അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിലും തുടരുന്ന പ്രതിഷേധങ്ങൾക്ക് മറ്റ് ലക്ഷ്യങ്ങളുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. 1933 പ്രവർത്തനം ആരംഭിച്ച മലപ്പുറത്തെ സെന്റ് ജേമസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന ഈ വിദ്യാലയത്തിന്റെ അത്യന്തം വിജയകരവും സ്തുത്യർഹവുമായ പ്രവർത്തനം ഒരു ശതകത്തിലേക്ക് നീങ്ങുന്നതിനിടയിലാണ് മലപ്പുറം CPM നഗരസഭാംഗവും സ്കൂളിലെ ഗണിതശാസ്ത്ര വിഭാഗത്തിൽ മുൻ അധ്യാപകനായിരുന്ന KV ശശികുമാറിനെതിരെ ഗുരുതരമായ പീഡന പരാതി പുറത്തുവരുന്നത്. ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള ജില്ലയിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സെന്റ് ജേമസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്ന KV ശശികുമാർ എന്ന അധ്യാപകൻ 3 പതിറ്റാണ്ട് നീണ്ട അധ്യാപന വൃത്തിയിൽ നിന്ന് വിരമിക്കുമ്പോൾ തന്റെ വിദ്യാർത്ഥിനിയായിരുന്ന ഒരു പെൺകുട്ടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് തനിക്ക് മോശം പരാമർശം ഉണ്ടായിട്ടുണ്ടെന്ന് പരാമർശിക്കുന്ന ഒരു പോസ്റ്റ് ഇടുകയും അതേ തുടർന്ന് ആ സ്കൂളിലെ വിദ്യാർത്ഥിനികളായിരുന്ന ഏകദേശം 60ഓളം പെൺകുട്ടികൾ പ്രസ്തുത പോസ്റ്റിനെ പ്രത്യക്ഷമായും പരോക്ഷമായും അനുകൂലിച്ച് രംഗത്ത് വരികയും ചെയ്തു. സംഭവത്തെ തുടർന്ന് പോലീസ് കേസെടുത്തതോടെ ഒളിവിൽ പോയ അധ്യാപകനെ ബത്തേരിക്കടുത്തുള്ള ഹോം സ്റ്റേയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ കേസിൽ ഇതുവരെ 2 പോക്സോ അടക്കം 4 പരാതികളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അധ്യാപകനെതിരെയുള്ള ആരോപണം അത്യന്തം ഗൗരവമുള്ളതാണ്. ശശി വാദ്യാർ ഇതിൽ കുറ്റക്കാരനാണെങ്കിൽ അയാൾ അധ്യാപകൻ എന്ന പദവിയുടെ മഹത്വം കളഞ്ഞു കുളിച്ച വ്യക്തിയാണ്. അയാൾ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുക തന്നെ വേണമെന്ന കാര്യത്തിൽ 2 പക്ഷമില്ല. ഭരണ പാർട്ടിയിലെ സ്ത്രീ പീഡകരായ മറ്റ് ശശിമാരെ പോലെ തീവ്രത കുറഞ്ഞ പീഡനമെന്നും തീവ്രത കൂടിയ പീഡനമെന്നും ഒക്കെ പറഞ്ഞ് അത്യന്തം ഹീനമായ ഈ നടപടിയെ ന്യായീകരിക്കാൻ ക്രൈസ്തവ സമൂഹം ഒരുക്കവുമല്ല. കർശന നടപടികളും മാതൃകാപരമായ ശിക്ഷയും നൽകുക തന്നെ വേണം. 30 വർഷത്തോളം ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ ഒത്താശയോടെയാണ് അധ്യാപകൻ പെൺകുട്ടികളെ അതിക്രൂരമായി പീഡിപ്പിച്ചതെന്ന് ആരോപിച്ചാണ് പോപ്പുലർ ഫ്രണ്ട് SDPI അനുബന്ധ സംഘടനയായ വിമൻസ് ജസ്റ്റിസ് ഫോറം താത്തമാരുടെ പ്രതിഷേധം. ആടിനെ പട്ടിയാക്കുന്ന നുണപ്രചരണം കൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടും മൗദൂദികളും അവരുടെ നുണകൾ കേട്ട് ഇളകിയാർക്കുന്ന താത്തമാർ മാത്രം അണിനിരക്കുന്ന വിമൻസ് ജസ്റ്റിസ് ഫോറവും ഇത്തരം സമരങ്ങൾക്ക് ജനപിന്തുണ ഉണ്ടാക്കുന്നത്. സ്വന്തം സമൂഹത്തിൽ നടക്കുന്ന പുഴിക്കുത്തുകൾക്കെതിരെ തെല്ലും പ്രതിഷേധവും സമരവുമില്ല. മറിച്ച് ക്രിസ്ത്യൻ മാനേജ്മെന്റുകളെ സമ്മർദ്ദത്തിലാഴ്ത്തുക അത് മാത്രമാണ് ടാർഗറ്റ്. അങ്ങനെ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ നുണയുടെ ബോംബെറിഞ്ഞ് അവയെ സംശയത്തിന്റെ നിഴലിലാക്കി തകർക്കുക. അതിനവർ ഹീനമായ ക്രിസ്തീയ മതവിദ്വേഷ പ്രചരണം അഴിച്ചുവിടുകയാണ്. സമസ്തയുടെ സ്ത്രീവിരുദ്ധതയെ ന്യായീകരിക്കുന്ന ഇവർ ഇസ്ലാം മതം ഉപേക്ഷിച്ച് അസ്കർ അലി വെളിപ്പെടുത്തിയ ലൈംഗിക പീഡന കേസുകളിലും നിശബ്ദത പാലിക്കുകയാണ്. ഇസ്ലാം മതപഠന കേന്ദ്രത്തിൽ 24-ലേറെ വിദ്യാർത്ഥികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതായാണ് അസ്കർ അലി വെളിപ്പെടുത്തിയത്. ഇവയിലൊന്നും പ്രതിഷേധിക്കാതെയും പ്രതികരിക്കാതെയും ക്രൈസ്തവ സ്ഥാപനത്തിനെതിരെ മാത്രമുള്ള നീക്കങ്ങൾ സംശയകരമാണെന്ന് കരുതേണ്ടി വരും. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സമത്വത്തിന്റെയും സംരക്ഷണത്തിന്റെയും കാര്യത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് 2 നിലപാടില്ല. ഒരു നിലപാട് മാത്രമേ ഉള്ളൂ. അത് വീട്ടിൽ വെച്ചും സ്കൂളിൽ വെച്ചും 4 ആളുകൾ കൂടുന്ന സമ്മേളന വേദിയിൽ വെച്ചും സൗകര്യം പോലെ മാറ്റാറുമില്ല. അന്വേഷണം നടക്കട്ടെ, സത്യം വിജയിക്കട്ടെ.